ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. ഈ ചൂടിനും നോയമ്പിനും ഒരുപോലെ നമുക്ക് ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് ആദ്യം തന്നെ ആവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ച് നമുക്ക് പീനട്ട് എടുക്കാം. ആ പീനട്ട് നന്നായിട്ട് ഒരു പാനിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. തൊലി കളഞ്ഞതും കിട്ടും, അല്ലാത്തതും കിട്ടും. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. തൊലി കളഞ്ഞെടുത്താൽ മാത്രം മതി. നന്നായിട്ട് വറുത്തെടുക്കുക. അത് പീനട്ട് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. പീനട്ടെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് അവിലാണ്. അവിൽ നമുക്ക് ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അത് നല്ല ഒന്ന് പൊടിയുന്ന പരുവം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അവൽ നന്നായിട്ട് നമുക്ക് റോസ്റ്റാക്കി എടുക്കാം. അത് നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് പൊടിയുന്ന പരുവം ആ രീതിയിൽ നമുക്ക് റോസ്റ്റായിട്ട് എടുക്കണം. നമുക്ക് പൊരിയവൽ മേടിക്കാൻ കിട്ടും. അത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഈ അവലും നമുക്കൊന്ന് മാറ്റി വെക്കാമേ. കണ്ട് നന്നായിട്ട് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പഴമാണ്. നല്ല പഴുത്ത പഴം നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്. അതൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമുക്ക് അതിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരം വ്യത്യസ്തമായിരിക്കുമല്ലോ. അത് വിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിരിക്കുന്ന അവലുണ്ടല്ലോ, അവൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്ടാണ്. പീനട്ടും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് വേണ്ട. പക്ഷേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബൂസ്റ്റ് വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ബനാന പൾപ്പുണ്ടല്ലോ, അത് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും അവലിട്ട് കൊടുക്കാം. അതിനുശേഷം പീനട്ട് ഇട്ട് കൊടുക്കാം. പീനട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബൂസ്റ്റ് ഇട്ട് പാലൊഴിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വലിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 2-3 ലെയറായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാമേ. ബൂസ്റ്റ് വിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് ചെയ്യുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ.